നമസ്കാരം. ഇന്ത്യക്കെതിരെ കടുത്ത തീരുവയുടെ ഭാരം കയറ്റിവെച്ചിട്ടും മതിയാകാതെ ഓരോ സാഹചര്യത്തിലും കടന്നാക്രമിക്കാൻ തയ്യാറെടുക്കുകയാണ് ട്രംപും കിങ്കരന്മാരുമൊക്കെ. ഇന്ത്യയുടെ വളർച്ച എങ്ങനെയും ഇല്ലാതാക്കണം എന്നതാണ് പ്രഥമ പരിഗണന എന്നിരിക്കുമ്പോഴും റഷ്യയും ചൈനയും ഇന്ത്യയും തമ്മിലുള്ള ബന്ധത്തെ എത്രമാത്രം ട്രംപ് ഭയക്കുന്നു എന്ന കാര്യവും വ്യക്തമാണ്. ഒരുമിച്ച് മുന്നോട്ട് പോകാതിരിക്കാൻ ഓരോരുത്തരെയും തോളിൽ കൈയിട്ട് ചേർത്ത് നിർത്തി സുഹൃത്തുക്കൾ എന്ന് അഭിസംബോധന ചെയ്യുകയും പിന്നിൽ നിന്ന് കരുക്കൾ നീക്കുകയും ചെയ്യുകയാണ് ട്രംപ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. മോദി അടുത്ത സുഹൃത്ത് എന്നും ഇന്ത്യയുടെ വ്യാപാര കരാർ സ്ഥാപിക്കാൻ തയ്യാറെന്നും പ്രഖ്യാപിക്കുമ്പോഴും ചെയ്യുമ്പോഴും ചൈനയോടും നിലവിൽ ട്രംപിന്റെ നിലപാട് ഇതൊക്കെ തന്നെയാണ്. റഷ്യയെ ശത്രു എന്ന് പ്രഖ്യാപിക്കുമ്പോഴും റഷ്യയുമായുള്ള വ്യാപാര ബന്ധം അമേരിക്ക ഇതുവരെയും നിർത്തലാക്കിയിട്ടില്ല എന്നതും ഇതിനോടൊപ്പം ചേർത്ത് വായിക്കേണ്ടതാണ്. ഇന്ത്യയെയും ചൈനയെയും തന്റെ ഇരുവശങ്ങളിലും, എന്നാൽ ആ രണ്ടു രാജ്യങ്ങൾക്കിടയിൽ യാതൊരു ബന്ധവും ഇല്ലാത്ത തരത്തിലും നിർത്തുകയും അതോടൊപ്പം കൺമുന്നിൽ റഷ്യയെ ശത്രുപക്ഷത്ത് നിർത്തുകയും ചെയ്തുകൊണ്ട് മൂന്ന് രാജ്യത്തിന്റെയും ഒപ്പം റഷ്യയെ അകറ്റി നിർത്തുന്ന പേരിൽ ഉക്രൈന്റെയും ഉൾപ്പെടെ ഒട്ടുമിക്ക രാജ്യങ്ങളുടെയും മേൽ പിടിമുറുക്കിക്കൊണ്ട് അടക്കി ഭരിക്കുക എന്നതാണ് ട്രംപിന്റെ ലക്ഷ്യം. എന്നാൽ യൂറോപ്യൻ രാജ്യങ്ങളോടൊക്കെ തന്നെ ഇന്ത്യക്കും ചൈനയ്ക്കും മേൽ വൻ തീരുവ ഭാരം കെട്ടിവെക്കാൻ രഹസ്യമായ അണിയറയിൽ ട്രംപ് ആസൂത്രണം ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ട്രംപ് ഇത്തരത്തിൽ രണ്ട് വള്ളത്തിൽ യാത്ര തുടരുമ്പോഴും ട്രംപിന്റെ കിങ്കരന്മാരുടെ മനസ്സിലിരിപ്പ് പലപ്പോഴും തികട്ടി പുറത്തു വരാറുമുണ്ട്. അതിൽ പ്രധാനിയാണ് നവാരോ. തുടർച്ചയായി ഇന്ത്യയെ ആക്ഷേപിക്കുന്നതിൽ പേറ്റന്റ് എടുത്തിരിക്കുകയാണ് നവാരോ എന്ന് പറയേണ്ടി വരും. അന്യായമായ വ്യാപാരത്തിലൂടെ ഇന്ത്യ പണം സമ്പാദിക്കുന്നു എന്നുള്ള ഗുരുതര ആരോപണവുമായാണ് ഇപ്പോൾ ഇന്ത്യക്കെതിരെ വീണ്ടും സ്വരം കടുപ്പിച്ച് വൈറ്റ് ഹൗസ് ഉപദേഷ്ടാവ് പീറ്റർ നവാരോ രംഗത്ത് വന്നിരിക്കുന്നത്. ഇന്ത്യൻ റിഫൈനറികൾ റഷ്യൻ റിഫൈനറികളുമായി അടുത്ത ബന്ധം പുലർത്തുന്നുവെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. വ്യാപാര കരാറുമായി ബന്ധപ്പെട്ട ചർച്ചകൾക്കായി US പ്രതിനിധി സംഘം ഇന്ത്യയിൽ എത്താനിരിക്കെയാണ് വീണ്ടും ഇന്ത്യക്കെതിരെ നവാരോയുടെ ഈ പരാമർശം. അന്യായമായ വ്യാപാരത്തിലൂടെ തങ്ങളിൽ ഇന്ത്യ പണം സമ്പാദിക്കുന്നു എന്നും നിരവധി തൊഴിലാളികൾ വഞ്ചിക്കപ്പെടുന്നു എന്നും ആരോപിച്ച നവാരോ ആ പണം ഉപയോഗിച്ച് റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നു എന്നും റഷ്യക്കാർ അത് ആയുധം വാങ്ങാനായി ഉപയോഗിക്കുന്നു എന്നും ഇത് വിചിത്രമായ കാര്യമാണ് എന്നും CNBCക്ക് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞു. ഇന്ത്യ ചർച്ചയ്ക്കായി വരികയാണെന്ന് കൂട്ടിച്ചേർത്ത നവാരോ വ്യാപാരവുമായി ബന്ധപ്പെട്ട് നോക്കുകയാണെങ്കിൽ വളരെ ഉയർന്ന തീരുവ ചുമത്തുന്നത് ഇന്ത്യയാണ് എന്നും ആരോപിച്ചു. US ഇന്ത്യ വ്യാപാര കരാറിന്റെ 6ാം ഘട്ട ചർച്ചകൾക്കായാണ് US പ്രതിനിധി സംഘം തിങ്കളാഴ്ച രാജ്യത്തെത്തുന്നത്. ചൊവ്വാഴ്ച 6ാം ഘട്ട ചർച്ച നടക്കുമെന്നാണ് വിവരം. ഇതിനിടെയാണ് നവാരോയുടെ ഇത്തരമൊരു പ്രതികരണം രംഗത്ത് വന്നിരിക്കുന്നത്. ഇന്ത്യക്കെതിരെ നേരത്തെയും നവാരോ പ്രകോപനപരമായ പല പരാമർശങ്ങളും നടത്തിയിരുന്നു. ബ്രാഹ്മണർ ഇന്ത്യക്കാരെ ചൂഷണം ചെയ്ത് ലാഭം കൊയ്യുന്നുവെന്നും അത് നമ്മൾ നിർത്തണമെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു. ഇത് വലിയ തോതിൽ വിമർശനങ്ങൾക്കും ചർച്ചകൾക്കും വഴിവെച്ചിരുന്നു. മാത്രമല്ല, ഇന്ത്യ നികുതികളിലെ രാജാവാണെന്നും കൊള്ളലാഭം കൊയ്യാനുള്ള പദ്ധതിയാണ് നടത്തുന്നതെന്നും ആരോപിച്ചിരുന്നു. നവാരോയുടെ പരാമർശങ്ങൾക്കെതിരെ ഇന്ത്യ ശക്തമായി പ്രതികരിക്കുകയും ചെയ്തിരുന്നു. നവാരോ നടത്തിയ പ്രസ്താവന തെറ്റാണെന്നും തെറ്റിദ്ധാരണ പരത്തുന്നതാണെന്നും വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാൾ പറഞ്ഞു. വീണ്ടും ഒരുമിച്ച് മുന്നോട്ട് പോകാനുള്ള തയ്യാറെടുപ്പുകൾക്കിടെ ഇത്തരത്തിലൊരു പരാമർശം പുറത്തു വരുന്നത് ഇന്ത്യയെ ചൊടിപ്പിച്ചിട്ടുണ്ട് എന്നതുകൊണ്ട് തന്നെ മുന്നോട്ടുള്ള നടപടികളിൽ നിന്ന് ഇന്ത്യ വ്യതിചലിക്കുമോ, താക്കീതിൽ മോദി നവാരോയെ ഒതുക്കി നിർത്തുമോ എന്ന കാര്യവും ഇനി കണ്ടറിയണം. ഇസ്രായേലിന്റെ 5 സൈനിക താവളങ്ങളിൽ കനത്ത നാശനഷ്ടം. മോദി വെളിപ്പെടുത്തുന്ന ഇന്ത്യയുടെ വികസനത്തിന്റെ മയക്കുമരുന്ന് വിൽപ്പനയ്ക്കെതിരെ ശക്തമായ നടപടിയെടുത്ത് ഷാർജ പോലീസ്. അമേരിക്കയിലെ സാധാരണ മനുഷ്യരോട് കൂടിയാണ് കോൺഗ്രസിനുള്ളിൽ പങ്കുവയ്ക്കാൻ ഓപ്പറേഷൻ സിന്ദൂറിൽ ഉപയോഗിച്ച